പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ക്രിസ്തു പറഞ്ഞതെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഇന്നത്തെ ഗോസ്പൽ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ക്രിസ്തു ഇത് പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഈ വചനഭാഗം നമുക്ക് കൃത്യമായൊരു തെളിച്ചം കിട്ടും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തുടങ്ങുന്നതിന് എങ്ങനെയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ. ഇത് ആർക്കും പെട്ടെന്നൊന്നും തോന്നിയില്ല എങ്കിലും പിന്നീട് യേശു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റോട് ചേർത്ത് വായിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായിരുന്നു യേശു ആദ്യമായി ഉദ്ദേശിച്ച ഈ കത്തിജ്വലിക്കുന്ന ഒരു തീ? ബൈബിളിലുടനീളം നമ്മൾ കാണുമ്പോൾ ഈ തീയും ഏറെ ദൈവസാന്നിധ്യമുള്ള ഒന്നായി നമുക്ക് തോന്നാറുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ മുൾപ്പടർപ്പിൽ ഒരു തീയുടെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് വളരെ കൃത്യമായിട്ട് ആ വായനകൾ നമുക്ക് മനസ്സിലാക്കി തരും. അതേ കണക്ക് ഒത്തിരി ഇടങ്ങളിലുണ്ട്. പക്ഷെ വീണ്ടും പുതിയ നിയമത്തിൽ വരുമ്പോഴും നമ്മൾ ആ ഒരു സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ വായിക്കും. അങ്ങനെ ഈ അഗ്നി, തീ ഇതൊക്കെ ദൈവ സാന്നിധ്യമെന്ന് തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലൂക്കാ സുവിശേഷം പറയുന്നതും അതേ വെളിച്ചത്തോടു കൂടിയാണ്. യേശു തുടങ്ങുന്ന ആ ഒരു വാക്ക് വളരെ കൃത്യമാണ്. ഇവിടെ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഒരു ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവ സാന്നിധ്യം കൊണ്ട് ഓരോരുത്തരും നിറയണമെന്ന് ക്രിസ്തുവിൻ്റെ ആവശ്യമായിരുന്നു. ദൈവത്തെ കുറച്ചും കൂടി ഗൗരവത്തിലെടുക്കുന്ന മനുഷ്യരാകണമെന്ന് അവൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിരുന്നില്ല മനുഷ്യർ ചെയ്തിരുന്നത്. ക്രിസ്തു രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലായില്ലെന്ന് മാത്രമല്ല, അവരത്ര ഗൗരവത്തോടെ കണ്ടുമില്ല. അപ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ ഈ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാനാണ് നിങ്ങളുടെ ഇടയിൽ വന്നത്. പക്ഷേ നിങ്ങൾ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല. ഇതൊന്ന് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് യേശു തന്നെ മറന്ന് സംസാരിക്കുകയാണ്. ഈ ആദ്യ വാക്ക് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്: ക്രിസ്തുവിന് എന്തുമാത്രം ഗൗരവത്തോടെ ഈ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുള്ള തത്രപ്പാടിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യത്തെ എന്തുമാത്രം ഗൗരവത്തോടെ നമ്മളുടെ ഇടയിൽ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നുണ്ട്. ഒരു വീടിനകത്തെ തിരുഹൃദയ ചിത്രം മാത്രം ഒരു ദൈവ സാന്നിധ്യത്തെ അങ്ങനെ ഓർമ്മിപ്പിക്കുകയൊന്നുമില്ല. മറിച്ച് ആ തിരുഹൃദയത്തിന് മുമ്പിൽ കത്തിക്കുന്ന മെഴുകുതിരിയും ആ തിരുഹൃദയത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ കാണിക്കുന്ന മനസ്സുമാണ് ദൈവസാന്നിധ്യത്തെ കുറച്ചും കൂടി ബലപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ചുറ്റുപാടുകൾക്കിടയിലും ക്രിസ്തു ആഗ്രഹിക്കുന്നത് കത്തിച്ചിരിക്കുന്ന ഒരു തീയാണ്, ദൈവസാന്നിധ്യ അവബോധമാണ്. പിന്നീട് ക്രിസ്തു പറഞ്ഞ ഈ ഭിന്നതയ്ക്ക് കാരണം എന്താണ്? മനുഷ്യർ ഒത്തിരി ദൈവത്തെ മറന്ന് ഭൂമിയുടേതായ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുമ്പോൾ അവർ ദൈവത്തെ ഓർക്കുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ദൈവത്തെ വളരെ ബോധപൂർവ്വം മാറ്റിവെക്കാൻ നമ്മളൊക്കെ പഠിച്ചു എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിൻ്റെയും ഏറ്റവും വലിയ വേദന. ദൈവസാന്നിധ്യത്തെ ഇങ്ങനെ മാറ്റിവെച്ചിട്ട് ഭൂമിയുടെ ബന്ധങ്ങൾക്കൊത്തിരി നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ എവിടെ ദൈവമെന്ന് ചോദിച്ചാൽ ആര് ദൈവമെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെയാണെന്നുള്ള തെളിവാണ് ഇന്നത്തെ വചനഭാഗം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ സമാധാനമല്ല ഭിന്നതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദൈവത്തെ മറന്നുകൊണ്ട് എന്തു തന്നെ നേടിയെടുക്കാമെന്ന് കരുതിയാലും അതൊക്കെ വേദനയുടെയും കണ്ണുനീരിൻ്റെയും ഭാഗമായി മാറുന്നുള്ള സൂചനയാണ്. വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെയൊക്കെ കൂദാശകൾ എന്തു തന്നെ ആരംഭിച്ചാലും അത് ദൈവസാന്നിധ്യത്തിലാണ്. ജനനം മുതൽ മരണം വരെ ഇങ്ങനെ ദൈവസാന്നിധ്യത്തിൽ ബന്ധങ്ങൾ യോജിക്കപ്പെടുകയും ജീവിതം ആരംഭിക്കുകയും ജീവിതം അവസാനിക്കുകയും ചെയ്യേണ്ട ഒരു ക്രമം വളരെ മനോഹരമായി നമുക്കുണ്ട്. പക്ഷേ ഈ ദൈവസാന്നിധ്യം ഇല്ലാതെ തുടങ്ങി വയ്ക്കുന്നതൊന്നും അതിലെവിടേക്ക് വീണു പോയാൽ പോലും താങ്ങാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്നതിനെ ഓർത്ത് ഏറെ വ്യാകുലതയുടെ ക്രിസ്തു പറഞ്ഞ വാക്കാണ്, സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എവിടെയാണ് ദൈവത്തിൻ്റെ നിറസാന്നിധ്യം? ദൈവത്തെ എത്രത്തോളം നാം മറക്കുന്നുവോ അത്രത്തോളം അവൻ നമ്മൾ അകന്നു പോകുന്നുണ്ടെന്ന് മറന്നു പോകരുത്. ഈ ഹൃദയത്തിൽ ദൈവത്തെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അവബോധമാണ്. അതുകൊണ്ട് തന്നെ ആ തീ ഒന്ന് ആളിക്കത്തിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അങ്ങനെ ആളിക്കത്താത്ത തീയൊക്കെ എത്ര നാൾ കെട്ടു നിൽക്കും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഴങ്ങളിൽ കത്തുന്ന കൃപ
സർവശക്തിയോടെ എന്നിൽ വാഴണേ. തീയായി എന്നിൽ വരണേ, അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ, ദൈവാത്മാവേ ദൈവാത്മാവേ. തീയായി എന്നിൽ വരണേ, അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ, ദൈവാത്മാവേ ദൈവാത്മാവേ. ജീവനുള്ള ബലിയായി സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി. ദൈവാത്മാവേ വരേണമേ, എന്നെ ദഹിപ്പിക്കുമഗ്നിയായി. ജീവജലം എന്നിൽ ഒഴുക്കണേ, നിന്നിൽ മുങ്ങി നീന്തുവാൻ കൃപ ഒഴുക്കണേ. റൂഹായേ നീ വരേണമേ, മഴയായി എന്നിൽ നീ പെയ്യണേ. സർവശക്തിയോടെ എന്നിൽ വർഷിക്കണേ, തീയായി എന്നിൽ വരണേ, അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ, ദൈവാത്മാവേ ദൈവാത്മാവേ. തീയായി എന്നിൽ വരണേ, അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തിജ്വലിക്കണമേ, ദൈവാത്മാവേ ദൈവാത്മാവേ. പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ